നമുക്ക് ഇനി എടുക്കാനുള്ളത് റീകവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഷെഡ്യൂൾസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷെഡ്യൂൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സീരിയൽ ഷെഡ്യൂൾ ആൻഡ് നോൺ സീരിയൽ ഷെഡ്യൂൾസ്. നോൺ സീരിയൽ ഷെഡ്യൂൾ ഓർ കാസ്കേഡിംഗ് ഷെഡ്യൂൾ എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ നോൺ സീരിയൽ ഷെഡ്യൂളിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സീരിയലൈസബിൾ ആൻഡ് നോൺ സീരിയലൈസബിൾ. ദെൻ ഈ സീരിയലൈസബിളിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആൻഡ് വ്യൂ സീരിയലൈസബിൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ടു ടൈപ്സ് ഓഫ് സീരിയലൈസബിൾ ഷെഡ്യൂൾസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് വ്യൂ സീരിയലൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷനാണ് കവർ ചെയ്യാനുള്ളത്: നോൺ സീരിയലൈസബിൾ ഷെഡ്യൂൾ. നോൺ സീരിയലൈസബിൾ ഷെഡ്യൂളിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റിക്കവറബിൾ ഷെഡ്യൂൾ ആൻഡ് നോൺ റിക്കവറബിൾ ഷെഡ്യൂൾ. ഓക്കെ, ദെൻ റിക്കവറബിൾ ഷെഡ്യൂളിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കാസ്കേഡിംഗ് ഷെഡ്യൂൾ, കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആൻഡ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീകവറബിൾ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ബേസ്ഡ് ഓൺ ദി റീകവറബിലിറ്റി. റീകവറബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് തരത്തിലാണുള്ളത്: റീകവറബിൾ, കാസ്കേഡ്ലെസ് ആൻഡ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഇതിനെ റീകവറബിൾ ഓർ കാസ്കേഡ് ഷെഡ്യൂൾ എന്ന് കൂടി പറയാറുണ്ട്. ഇത് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആൻഡ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, ഇനി ഇതോരോന്നും എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ മുന്നേ ഒരു കേസ്, ഒരു എന്തെങ്കിലും ഒരു പ്രോസസ്സ് അത് റീകവറബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ടാവും. ആ ഫെയിലിയറിൽ നിന്ന് അത് തിരിച്ച് അതിൻ്റെ കോൺസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീകവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫെയിലിയർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു റീകവർ ദാറ്റ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? റീകവർ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അതിന് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബാക്ക് അടിച്ചിട്ട് എവിടെ മുതലാണോ നമുക്ക് പ്രോബ്ലംസ് ഒക്കർ ചെയ്തത്, അല്ലെങ്കിൽ എവിടെയാണോ ലാസ്റ്റ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ആയത് അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യും? റോൾ ബാക്ക് ചെയ്യും. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ ട്രാൻസാക്ഷൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിസ്റ്റന്റ് ആക്കി നിർത്തുക. ഏത് പ്രോസസ്സ് ആണെങ്കിലും ഇൻകൺസിസ്റ്റന്റ് ആവുന്നതിനെ കൺസിസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് റിക്കവറബിൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നടക്കുന്നത് കൺകറന്റ് എക്സിക്യൂഷൻ പ്രോസസ്സ് നടക്കുമ്പോഴാണ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ട്രാൻസാക്ഷൻസ് ഒരേ സമയം നടക്കുമ്പോഴാണ് ഈ ഒരു റിക്കവറബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, ഇനി ഒരു ഷെഡ്യൂള് അത് റീകവറബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എ ഷെഡ്യൂൾ ഈസ് സെഡ് ടു ബി റീകവറബിൾ ഇറ്റ് ഈസ് റീകവറബിൾ ആസ് നെയിം സജസ്റ്റ്. അതിന് പേര് പറഞ്ഞ പോലെ തന്നെ അത് റീകവറബിൾ ആയിരിക്കണം. ഓൺലി റീഡ്സ് ആർ അലൗഡ് ബിഫോർ റൈറ്റ് ഓപ്പറേഷൻ ഓൺ സെയിം ഡാറ്റ. Only reads ti after tj is permissible. ടിഐയിലെ റീഡ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരിക്കണം? ടിജെന്റെ റീഡ് ഓപ്പറേഷൻ നടക്കുന്നതിന്റെ മുന്നേ ടിഐന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആവണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഈ ഒരു പ്രോസസ്സ് ഇറീകവറബിൾ ആണ്. നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾസിലെ നോൺ സീരിയൽ ഷെഡ്യൂളിനെ സീരിയലൈസബിൾ ആൻഡ് നോൺ സീരിയലൈസബിൾ ആക്കിയിട്ടുണ്ട്. സീരിയലൈസബിളിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: റിക്കവറബിൾ ആൻഡ് നോൺ റിക്കവറബിൾ. അപ്പോൾ റിക്കവറബിൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നോൺ റിക്കവറബിൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ രണ്ട് ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്: T8 ആൻഡ് T9 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻ. ഇവിടെ T8ൽ നടക്കുന്ന ഓപ്പറേഷൻ എന്തൊക്കെയാണ്? റീഡ് എ ആൻഡ് റൈറ്റ്. ഒരു റീഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ T9ലെ ട്രാൻസാക്ഷൻ റീഡ് എ ആണ് നടക്കുന്നത്. ഓക്കെ, ഇതിനെ ഈ റീഡിന് എന്താ നമ്മൾ പറയാം? ബ്ലൈൻഡ് റീഡ് എന്ന് പറയും. കാരണം ഒരു റൈറ്റ് ഓപ്പറേഷൻ കമ്മിറ്റ് ആവുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവുന്നതിന്റെ മുന്നേ അടുത്ത ട്രാൻസാക്ഷനിലെ റീഡ് ഓപ്പറേഷൻ നടന്നു. ഇതാണ് ബ്ലൈൻഡ് റീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ഈ റീഡ് ഓപ്പറേഷൻ ഈ ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന്റെ മുന്നേ ട്രാൻസാക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്തു. അവിടെ റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ട്രാൻസാക്ഷൻ 2 ആണ് ഫസ്റ്റ് കമ്മിറ്റ് ആയത്. അതിനുശേഷം വീണ്ടും ട്രാൻസാക്ഷൻ 1 തന്നെ കണ്ടിന്യൂ ചെയ്തു, റീഡ് ബി കണ്ടിന്യൂ ചെയ്തു, അതിനുശേഷം കമ്മിറ്റ് ആയി. ഓക്കെ, ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കമ്മിറ്റിന് പകരം അവിടെ അബോർട്ട് ആയി എന്ന് വിചാരിക്കുക. അവിടെ എന്തോ ഒരു ഫെയിലിയർ ഒക്കെ അറിയുന്നു. ഓക്കെ,
ഇങ്ങനെ ഫെയിലിയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, ട്രാൻസാക്ഷൻ 1ൽ റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു. ട്രാൻസാക്ഷൻ 1ൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു 500 ആയിരുന്നു എന്ന് വിചാരിക്കാം. അതിന് നമ്മളൊരു മൈനസ് 500 മൈനസ് 400 എന്നുള്ള വാല്യൂ ആണ് ഈ സോറി 100നെ മൈനസ് ചെയ്തു. 500 മൈനസ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര ആയിരിക്കും ഉണ്ടാവുക? 400 ആണ് ഉണ്ടാവുക. ഓക്കെ, അത് അതിന്റെ ലോക്കൽ ബഫറിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും 400 എന്ന് പറയുന്ന വാല്യൂ. ഇനി ട്രാൻസാക്ഷൻ 2 ഇതേ വാല്യൂ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ലോക്കൽ ബഫറിലുള്ള വാല്യൂ എത്രയാണ് ഇപ്പൊ ഉണ്ടാവുക? 400 ആണ്. ആ 400നെയാണ് ഇവിടെ റീഡ് ചെയ്യുക. ട്രാൻസാക്ഷൻ 2ൽ റീഡ് ചെയ്യുന്നത് ആ 400 തന്നെയാണ്. എന്നിട്ട് ആ 400ലെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് കമ്മിറ്റ് ആയി എന്ന് വിചാരിക്കുക. അത് കമ്മിറ്റ് ആയതിനു ശേഷം വീണ്ടും ട്രാൻസാക്ഷൻ 1ലേക്ക് വന്നു. ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റഡ് അല്ല, കാരണം നമ്മളത് കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇവിടെ റീഡ് ബി നടന്നു. അതിനുശേഷം ഇവിടെ ഫെയിലിയർ ഒക്കർ ചെയ്തു. ഫെയിലിയർ ഒക്കർ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഇറ്റ് ഗോസ് ടു റോൾ ബാക്ക് ടു റീഡ് എ. ട്രാൻസാക്ഷൻ 1ന്റെ എവിടെയാണോ കൺസിസ്റ്റൻസ് ആയിട്ട് നിന്നത് അങ്ങോട്ട് തന്നെ അത് റോൾ ബാക്ക് ആവും. എന്ന് പറഞ്ഞാൽ ഈ റീഡ് എയിലേക്ക് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള റീഡ് എയിലേക്ക് തന്നെ അത് റോൾ ബാക്ക് ആവും. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു അവിടെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഒക്കെ ചെയ്യും. T9 ഈസ് കറക്റ്റ് ആവാണ്ട് വരും. അതായത് അതിൽ വരുന്ന ഇൻഫോർമേഷൻസ്, അതിലുള്ള ഡാറ്റാസ് എന്തെല്ലാം കറക്റ്റ് ആവാതെ നിൽക്കും. ഈ പ്രോസസ്സ് ഇതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? റീകവർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ട്രാൻസാക്ഷൻ 2 റീകവർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി അത് സ്റ്റോർ ആയി കഴിഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഇവിടെ വെച്ച് അത് അബോർട്ടായി. ഇങ്ങനെ വരുന്ന സമയത്ത് ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഇറീക്കവറബിൾ. ഇറ്റ് ഈസ് നോട്ട് റീകവറബിൾ എന്ന് പറയുന്ന കേസിലേക്ക് അത് മൂവ് ചെയ്യും. അപ്പോൾ നോട്ട് റീകവറബിൾ അല്ലെങ്കിൽ ഇറീക്കവറബിൾ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റീകവറബിളിലേക്ക് തന്നെ പോയി നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ 5 ആയിരുന്നു, അതിനുശേഷം അത് അപ്ഡേഷൻസ് ചെയ്തു 6 ആയി. ഈ 6 ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വന്നത്. ഇവിടെ 6 ആണ് ഉള്ളത്. ഇവിടെ കമ്മിറ്റ് ആയി. ഈ കമ്മിറ്റ് ആയതിനു ശേഷം ഇവിടെ വെച്ച് ഫെയിലിയർ ഒക്കർ ചെയ്തു. ട്രാൻസാക്ഷൻ 1ൽ ഫെയിലിയർ ഒക്കർ ചെയ്തു. ഇവിടെ ഡേർട്ടി റീഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നടന്നത്. കാരണം കമ്മിറ്റ് ആവുന്നതിന്റെ മുന്നേ അടുത്ത റീഡ് ഓപ്പറേഷൻ നടന്നു. ദെൻ ഫെയിലിയർ ഒക്കർ ചെയ്തതിനെ വീണ്ടും റോൾ ബാക്ക് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് 6 ആയിട്ട് സ്റ്റോർ ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ 2ൽ 6 ആയിട്ട് സ്റ്റോർ ആയിട്ടുണ്ട്. പക്ഷേ ട്രാൻസാക്ഷൻ 1ൽ വന്നപ്പോൾ അത് 5 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ദിസ് ഡാറ്റ ഈസ് നോട്ട് റീകവറബിൾ. ഇത് നമുക്ക് ഒരിക്കലും റീകവറബിൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു ഓർഡറിലാക്കി കൊടുത്തിരിക്കുന്നത്. R1 ഓഫ് എക്സ്, W1 ഓഫ് എക്സ്, R2 ഓഫ് എക്സ്. R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, R1 ഓഫ് വൈ, R2 ഓഫ് വൈ, ദെൻ ഓരോന്നിൻ്റെയും കമ്മിറ്റഡ് സ്റ്റേറ്റ്. വെൻ ഷെഡ്യൂൾ ഫോളോസ് ഓർഡർ ഓഫ് Ti follows to Tj, C1 follows to C2. Transaction T1 is executed before T2, hence there is no chance of conflict occur. T1 executed before T2. T1ന്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റിന് ചാൻസ് ഇല്ല. പക്ഷെ അവിടെ കംപ്ലീറ്റ് ആയില്ല, അപ്പോഴാണ് അവിടെ പ്രോബ്ലംസ് പറയുന്നത്. R1 of x appears before W1 of x and transaction T1 is committed before T2. That is, completion of first transaction performs the first updations on the data item x. Hence, given schedule is recoverable. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഷെഡ്യൂളിനെ റീകവർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും റീകവർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു ട്രാൻസാക്ഷൻ, if a transaction Tj reads a data item previously written transaction Ti. ഇവിടെ Tj എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രാൻസാക്ഷനും Ti എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ Tj എന്ത് ചെയ്തു? റീഡ് ചെയ്തു ബിഫോർ ദ ട്രാൻസാക്ഷൻ, മുന്നേ ഉള്ള ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവുന്നതിന്റെ മുന്നേ. ഓഫ് Ti മസ്റ്റ് അപ്പിയർ ബിഫോർ ദ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ഓപ്പറേഷൻസ് ഓഫ് Tj. ഈ റിക്കവറബിൾ ഷെഡ്യൂളിൽ Ti ഫസ്റ്റ് തന്നെ എന്താവണം? കമ്മിറ്റഡ് ആവണം. ബിഫോർ ദ കമ്മിറ്റ് ഓഫ് Tj. Tj കമ്മിറ്റ് ആവുന്നതിന്റെ മുന്നേ എന്ത് കമ്മിറ്റ് ആവണം? Ti കമ്മിറ്റ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് റീകവറബിൾ ആണ്. കാരണം ഇത് ആദ്യം കമ്മിറ്റ് ആയത് ഏതാണ്? കമ്മിറ്റ് ആയത് ട്രാൻസാക്ഷൻ 1 ആണ്. അതിനുശേഷമാണ് ട്രാൻസാക്ഷൻ 2 കമ്മിറ്റഡ് ആയത്. ദിസ് ഇസ് recoverable schedule. Okay, cascading the schedule below, this is recoverable schedule, and
ഇങ്ങനെ ചെയ്യേണ്ട സമയത്ത് റിക്കവറബിൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏത് ട്രാൻസാക്ഷൻ ആണോ നടന്നത് അതിന്റെ കമ്മിറ്റ് ആവുന്നത് വരെ രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ കമ്മിറ്റിനെ നമ്മൾ ഡിലേ ചെയ്യുക, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് ആയതിനു ശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ കമ്മിറ്റിലേക്ക് പോവുക. ഇതാണ് റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്താണ് റിക്കവറബിൾ ഷെഡ്യൂൾ എന്നുള്ളത് കറക്റ്റ് ആയില്ലേ? ഇനി ഈ റിക്കവറബിൾ ഷെഡ്യൂളില് നമ്മൾ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്. T2 ഒരു ഡേർട്ടി റീഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു. ദെൻ T2 കമ്മിറ്റ് ബിഫോർ T1. T1ന്റെ മുന്നേ കമ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം T1 ഫെയിൽ ചെയ്തു. ദെൻ ആൻഡ് റോൾ ബാക്ക് ചെയ്തു. ദ വാല്യൂ ഓഫ് T2 റീഡ് നൗ സ്റ്റാൻഡ്സ് ഈസ് ഇൻകറക്റ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇറീക്കവറബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ആൻഡ് T2 കനോട്ട് റിക്കവർ സിൻസ് ഇറ്റ് ഹാസ് ഓൾറെഡി കമ്മിറ്റഡ്. T1 നമുക്കൊരിക്കലും T2 എന്നുള്ളത് നമുക്കൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയതുകൊണ്ട്. കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ കാസ്കേഡിംഗ് റോൾ ബാക്കിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവണമെങ്കിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് റിക്കവറബിൾ ഷെഡ്യൂൾ. ഇതൊരു റിക്കവറബിൾ ഷെഡ്യൂളാണ്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ നോക്കുക, ട്രാൻസാക്ഷൻ 1 എന്തെങ്കിലും ഒരു ഫെയിലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനും കൂടി എഫക്റ്റ് ചെയ്യും? ട്രാൻസാക്ഷൻ 2നെയും എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ 3നെയും അത് എഫക്റ്റ് ചെയ്യും. കാരണം ട്രാൻസാക്ഷൻ 1 അബോർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസാക്ഷൻ 2 അബോർട്ട് ആവും. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ 3യും അബോർട്ട് ആവും. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം. In the schedule, none of the transaction has yet committed, so the schedule is recoverable. നമുക്ക് ഒരു കമ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ റിക്കവറബിൾ ചെയ്യാം. If ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ഫെയിൽ, then T1 ആൻഡ് അടുത്ത രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടാവും ഫെയിലിയർ തന്നെ ആയിരിക്കും. Can lead to the undoing of significant amount of work. നമ്മൾ ഒരേ പ്രോസസ്സ് തന്നെ വീണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു കാസ്കേഡ്ലെസ് അബോർട്ട് എന്ന് പറയുന്ന കേസിൽ.